എൻ്റെ പേര് നിഹാല, മലപ്പുറത്താണ് വീട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ഡോക്ടർ ആവണമെന്നുള്ളത്. പക്ഷെ ഡോക്ടർ ആവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും പിന്നെ എനിക്ക് തോന്നി ഹോസ്പിറ്റൽ ഫീൽഡിൽ എനിക്ക് വർക്ക് ചെയ്യണം തോന്നി. അങ്ങനെയാണ് സാറിനോടെ പറഞ്ഞത്. എനിക്ക് സാർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സ് എടുക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് അഡ്മിഷൻ ഞാനായിരുന്നു എന്ന് പറഞ്ഞു. ഫസ്റ്റ് അഡ്മിഷൻ ഞാൻ തന്നെ ആയിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത് സാറിനോടാണ്. പിന്നെ മിസ്സിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലുള്ള ടൈമിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെനിക്ക് ക്ലാസ്സിൽ കയറണം എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പല ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ കയറും, ചിലപ്പോൾ ട്രാവലായിരിക്കും. മിസ്സിന് അറിയാതെ ഫുഡൊക്കെ കാണിച്ചത് ട്രാവലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ എൻ്റെ ഫസ്റ്റ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് പോയതിന് ശേഷമാണ് ക്ലാസ് നന്നായിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് നന്നായിട്ട് കാണാൻ തുടങ്ങിയത്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത്. പിന്നെ കുറച്ച് പതിയെ വർക്ക് ചെയ്യാൻ ഓഫീസിൽ പോയത്. പിന്നെ എനിക്കത് സ്ട്രെസ്സ് കൂടിയപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റൂല എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ ഞാൻ മിസ്സിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അത് സാരമില്ല, എന്തായാലും ഈ ഇറങ്ങിയതല്ലേ, മുന്നോട്ട് പോയിക്കോന്ന് പറഞ്ഞ് സാർ അതേപോലെ കുറേ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഇതുവരെ എത്തിയത്. അപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട് ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം. അത് എന്താ പറയുക, നല്ലൊരു ഫീൽഡായിട്ട് മാറ്റിയെടുക്കണം എന്നൊരു ആഗ്രഹം. അപ്പോൾ അതിന് എനിക്ക് താങ്ക്സ് പറയാനുള്ള മിസ്സിനോടും സാറിനോടും. പിന്നെ മിസ്സിൻ്റെ ക്ലാസ് നല്ല അടിപൊളി ക്ലാസ്സാണ്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ക്ലാസ്സിൽ ഇരിക്കാതെ ഒരു ഫീലേ ഉണ്ടാവില്ല. കാരണം നമ്മൾ സംസാരിച്ചിട്ടാണെങ്കിലും മിസ്സിൻ്റെ ക്ലാസ്സൊക്കെ എന്താണ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ ഫ്രണ്ട്സ് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ആവുന്നുള്ളത്. കാരണം ഫസ്റ്റ് ഒരു ദിവസം മാത്രമേ കണ്ടിട്ടുള്ളൂ, പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഈ ഓൺലൈനിൽ വീഡിയോ കോളിൽ കാണുന്നത് മാത്രമാണ്. പക്ഷെ ഇത്രയും അടുക്കുന്നുള്ളത് ഒരിക്കലും കരുതിയിട്ടില്ല. മിസ്സാണെങ്കിൽ പോലും മിസ്സിനെ കണ്ടപ്പോൾ ഇതിപ്പോൾ മിസ്സാണ്, നമുക്ക് മിസ് ചെയ്ത് വിളിക്കാൻ തോന്നുന്നില്ല. നമ്മുടെ ഒരു ഫ്രണ്ട് എന്നെ പലപ്പോൾ മിസ് രേഷ്മ അല്ലെങ്കിൽ എടി ആ ഒരു നമ്മൾ ഇടാണ് വിളിക്കൂലേ, അതേപോലെ മിസ്സിനെ വിളിക്കാൻ നോക്കി. പിന്നെ ഓർമ്മ വരും മിസ്സാണല്ലോ. അപ്പോൾ ആ ഒരു റെസ്പെക്ട്. പക്ഷെ മിസ്സിനെ നോക്കിയിട്ട് മിസ്സായിട്ട് മിസ്സിൻ്റെയാണ്, പക്ഷെ മനസ്സിലെപ്പോഴും ഒരു ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്ററായിട്ടൊക്കെ തന്നെ